ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വാള ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്ത് ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാള ഉണക്കമീൻ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് അത് നന്നായി വിരവി മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ പൊരിക്കാൻ വെച്ചിരിക്കുന്ന വാള മീനുണ്ടല്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് എല്ലാ മീനും ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ആഡ് ചെയ്യാം. എല്ലാ മീനും ആഡ് ചെയ്ത് നമുക്ക് ഒരു സൈഡ് നന്നായി മൊരിയട്ടെ. മൊരിഞ്ഞതിന് ശേഷം എന്താ ഇവിടെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, അതിനെ മറിച്ചിടുകയാണ്. മറിച്ചിട്ട് അടുത്ത സൈഡ് നന്നായി മൊരിക്കണമൊന്നുമില്ല. കാരണം അടുത്ത സൈഡ് മൊരിയുന്നതിന് മുന്നേ അതിൻ്റെ മീതെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, പച്ചമുളക്, സവാള എന്നിവയും ആഡ് ചെയ്ത് ഇതിലേക്ക് സവാളയ്ക്കൊക്കെ ആവശ്യത്തിനായി ഉപ്പിടാം. മീനിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ മീനിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ മറു സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ മൊരിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ചു. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡൂടെ മറിച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മീനെല്ലാം നല്ലതുപോലെ വെന്ത് സവാളയും മുളകൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇവിടെ വാള ഉണക്കമീൻ ഫ്രൈ തയ്യാറാണ്. ഇങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.